നേരത്തെ ഉണ്ടായിരുന്ന ടൂളിൽ നിന്നും ഇപ്പോൾ ഉള്ള ടൂൾ എങ്ങനെ മാറിയിരിക്കുന്നു? സെയിം തന്നെയാണ്. നമ്മൾ അതിൻ്റെ സെറ്റിങ്സിൽ മാറ്റം വരുത്തി, അതിൻ്റെ കളേഴ്സിലും ആവശ്യമുള്ളത് മാത്രം. ആവശ്യം എന്ന് പറയുമ്പോൾ ഇതിൽ എന്താ ഇപ്പം ആവശ്യം? ഇപ്പം എന്താ കാണുന്നത്? മേളിലൊരു ബ്ലാക്ക്, അതിന് തൊട്ട് താഴെ ഇനിയൊരു ബ്ലാക്ക്, അതിന് നേരെ താഴെ റെഡ്, പിന്നെ ഒരു ബ്ലൂ കളറ്, പിന്നെ വീണ്ടും ഒരു റെഡ് കളറ്, പിന്നെ ഒരു ബ്ലാക്ക്, പിന്നെ ഒരു ബ്ലാക്ക്. സിമ്പിൾ, മനസ്സിലാക്കി തരാം. ഫെബനോച്ചി ടൂൾസിൽ നമുക്ക് ഈ പറയുന്ന വാല്യൂസ് 0-ൽ നിന്നും 1 വരെ, ഒന്നെന്ന് പറഞ്ഞാൽ 100, ഇപ്പം നമ്മൾ പെർസെൻറ്റേജിൽ കൊടുത്തത് കൊണ്ട് അതെന്തായി പെർസെൻറ്റേജ് ആയിട്ട് മാറി. 100%, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. 0 to 1, 1. എന്നിട്ട് ഓരോ ലെവൽസും ഈ 0-ൽ നിന്നും 23.6 എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ്, 38.2 എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ്, 50% എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ്, 618 എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. ഓക്കെ, ദെൻ ഇതൊക്കെ എന്താണ്? സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസ് ആയിട്ടും. പ്രൈസ് ഇവിടെ നിന്ന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ മോർ ചാൻസസ് എവിടെയായിരിക്കും? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് ഏത് വരെ വരാൻ സാധ്യതയുണ്ട്? ഈ ഒരു ലെവൽ വരെ വരാൻ സാധ്യതയുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവിടെ നിന്ന് അത് റെസിസ്റ്റ് ചെയ്ത് തിരിച്ച് താഴ്പോട്ടേക്ക് വന്നേക്കാം. അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അല്ല ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഇമ്പോർട്ടൻറ്റ് ഹഡിൽ ഏതാണ്? അടുത്ത് ഈ ഒരു റെഡ് സോൺ ആണ്. ഈ ഒരു ലെവൽ എത്തുമ്പോൾ എന്തായാലും പ്രൈസിന് ഒരു കറക്ഷൻ വന്നേക്കാം. ഒരിക്കലും ഒന്നും പെർഫെക്റ്റ് അല്ല, 100% വരുമെന്നൊന്നും നിങ്ങൾ കണക്കാക്കരുത്. പക്ഷെ മോസ്റ്റ് പ്രോബബ്ലി വരാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. സിമ്പിൾ ലോജിക്കായിട്ട് പറഞ്ഞാൽ ഫെബനോച്ചി ടൂള് എന്തിന് നമ്മൾ യൂസ് ചെയ്യണം എന്ന് പറയുന്നത് ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ശരാശരി എല്ലാവർക്കും, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും വാട്സാപ്പ് എന്ന് പറയുന്ന സാധനം നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്യുന്നവരുണ്ടാവും അല്ലേ? ടെലഗ്രാം യൂസ് ചെയ്യുന്നവരുണ്ടാവും. ഇതേ കമ്മ്യൂണിക്കേഷൻ തന്നെ നമുക്ക് ടെലഗ്രാം എന്ന് പറയുന്നൊരു ചാറ്റ് ഫെസിലിറ്റി ഉണ്ട്, യൂസ് ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ കമ്പാരിറ്റീവ്ലി നിങ്ങൾ വാട്സാപ്പ് യൂസ് ചെയ്യുന്നവരാണോ കൂടുതലുണ്ടാവുക സ്മാർട്ട് ഫോൺ യൂസേഴ്സിൽ? ഐഫോൺ ആയിക്കോട്ടെ, ആൻഡ്രോയിഡ് ആയിക്കോട്ടെ, അതിൽ ടെലഗ്രാമിൻ്റെ എണ്ണമാണോ കൂടുതൽ, വാട്സാപ്പിൻ്റെ എണ്ണമായിരിക്കുമോ കൂടുതലെന്ന് ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിച്ചാൽ നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കും? 100% ഉത്തരം വാട്സാപ്പ് തന്നെയായിരിക്കും. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഏത് ടൂള് ആൾക്കാർ കൂടുതലായിട്ട് കമ്പാരിങ് ടു ഒരേ പർപ്പസിലേക്ക് വേണ്ടിയിട്ട്, ഒരു പർപ്പസ്, ഇവിടുത്തെ പർപ്പസ് എന്താണ്? മെസ്സേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന പർപ്പസ്. ആ ഒരൊറ്റ പർപ്പസിന് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ടൂൾ ഏതായിരിക്കും? നമ്മുടെ മെസ്സേജസിന്റെ കേസിന് വാട്സാപ്പ് ആണെങ്കിൽ, ട്രേഡിങ്ങിന്റെ കാര്യത്തിൽ ഫെബനോച്ചി ടൂളിനെ അതേമാതിരി കൺസിഡർ ചെയ്യുക. പല ടൂൾസും ഉണ്ടാവും, സപ്പോർട്ട്സ്, റെസിസ്റ്റൻസ് ഒക്കെ കണ്ടുപിടിക്കാനും നമുക്ക് ട്രേഡ് ചെയ്യാനൊക്കെ ഒരുപാട് ടൂൾസ് വേറെ ഉണ്ടെങ്കിൽ ഫെബനോച്ചി ടൂൾസ് യൂസ് ചെയ്യുന്നവരുടെ എണ്ണം അനേക ലക്ഷങ്ങളാണ് ഫെബനോച്ചി ടൂൾസ് യൂസ് ചെയ്യുന്നത്. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.